റൈസ് പറഞ്ഞു തരുന്നത് അരിയുടെ കാര്യമല്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു ലോജിക്കും ഇല്ലാതെ ഒരു റേസ് കാറിനെ മാതിരി അപ്പിയർ ചെയ്യുന്ന രീതിയിലുള്ള കാറുകളെ ഡിസൈൻ ചെയ്യുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് റൈസ് അല്ലെങ്കിൽ റൈസർ. ഇതിന്റെ എക്സ്പാൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേസ് ഇൻസ്പയർഡ് കോസ്മെറ്റിക് എൻഹാൻസ്മെന്റ് അല്ലെങ്കിൽ റാഡിക്കലി ഇൻഅപ്രോപ്രിയേറ്റ് കാർ എന്തൂസിയാസ്റ്റ് എന്നാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല കാർ മോഡിഫിക്കേഷൻ കൾച്ചർ ഉള്ളത് കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിന് ഇത് എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന മലയാളികളും അതുപോലെ തന്നെ സിനിമകളിൽ നിന്നും മറ്റ് യൂട്യൂബ് വീഡിയോസിൽ നിന്നൊക്കെ ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ് മലയാളികൾക്ക് പൊതുവെ ഇങ്ങനെ ഒരു നല്ല കാർ കൾച്ചർ കിട്ടിയത്. അപ്പൊ ഇതിനായിട്ട് പല കോസ്റ്റ്ലി ആയിട്ടുള്ള പെർഫോമൻസ് പാർട്സും അതുപോലെ ബോഡി കിറ്റ്സ് ഒക്കെ നമ്മൾ വിദേശത്തു നിന്ന് വരെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ നമ്മുടെ നാട്ടിലും ഇതുപോലെ ലോജിക് ഇല്ലാത്ത, അതായത് ഒരു റേസ് കാർ മാതിരി അപ്പിയർ ചെയ്യാൻ വേണ്ടി മാത്രം ട്യൂൺ ചെയ്യാതെ കാറുകൾ മാറ്റുന്ന ഒരു ട്രെൻഡ് പൊതുവെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് പൊതുവെ ഈ ഒരു റൈസ് കൾച്ചറിന്റെ ഭാഗമായിട്ട് കാണുന്നതാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കാർ മോഡിഫൈ ചെയ്യുന്നതിന് മുമ്പ് അത് ഫോമിനേക്കാളും കൂടുതൽ ഫംഗ്ഷൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോ നിങ്ങൾ നിങ്ങളുടെ കാർ മോഡിഫൈ ചെയ്യുന്നതിന് മുമ്പ് ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ കാറിനെ എൻഹാൻസ് ചെയ്യുന്നതാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് കോമൺ ആയി കണ്ടുവരുന്ന റൈസർ മോഡിഫിക്കേഷൻസിനെ കുറിച്ച് പറയുന്നതായിരിക്കും. ഇതിൽ ഒന്നാമതായി വരുന്നതാണ് ഈ കാറുകളിൽ വലിയ സ്പോയിലേഴ്സും സ്കേർട്ടിങ്സും ഒക്കെ വെക്കുന്നത്. അത് പ്രത്യേകിച്ച് ഫ്രണ്ട് വീൽ ഡ്രൈവ് കാറുകളിൽ. ഇപ്പോൾ ആദ്യകാലങ്ങളിലുള്ള റേസ് കാറുകളൊക്കെ നമുക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും അത് പറ്റുന്നത്ര റൗണ്ടും സ്മൂത്തും ആയിട്ടാണ് അതിന്റെ അഡ്ജസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം വണ്ടി സ്മൂത്ത് ആയിട്ട് എയറിനെ കട്ട് ചെയ്യുന്നു അത്രത്തോളം സ്പീഡിൽ ഇത് പോകും എന്നുള്ള ധാരണയിലാണ് പണ്ട് കാലത്തെ സ്പോർട്സ് കാറുകളൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിരുന്നത്. അന്നത്തെ കാറുകളൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അതിലൊന്നും ഈ ഒരു സ്പോയിലേഴ്സും സ്കേർട്ടിങ്സും ഒന്നും ഒട്ടും യൂസ് ചെയ്തിരുന്നില്ല. കാര്യം എയറോഡൈനാമിക്സിന്റെ ഒരു ജനറൽ ലോ പ്രകാരം എത്രത്തോളം വണ്ടിയിലെ ഡ്രാഗ് കുറയ്ക്കുന്നോ അത്രത്തോളം ഫാസ്റ്റിൽ ഇത് പോകും എന്നുള്ളതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഈ കാറുകൾ ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ കാരണം എന്തെന്നാൽ അന്നൊക്കെ ഇവര് ഈ ഒരു കാർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എയറോപ്ലെയിൻസിൽ നിന്നാണ് ഇവരിത് കൂടുതലും ഇൻസ്പിറേഷൻ എടുത്തിരുന്നത്. അതായത് വിമാനങ്ങളിലൊക്കെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും അതിനെ പറ്റുന്നത്ര എയറോഡൈനാമിക്കലി സ്മൂത്ത് ആയിട്ടാണ് അവർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. പക്ഷെ കാറിനെ എയറോപ്ലെയിനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൽ കാര്യമായി വരുന്ന ഒരു ഡിഫറൻസ് ഉണ്ട്. അതായത് കാർ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് ഇത് ട്രാക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കൂടുതൽ പോകുന്നത്. ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി റോഡിനോട് എത്രത്തോളം അമർന്നിരിക്കുന്നു അല്ലെങ്കിൽ ആ ടയറും റോഡും തമ്മിലുള്ള എത്രത്തോളം ഗ്രിപ്പ് അതിന് കിട്ടുന്നു എന്നുള്ളതിനെ മെഷർ ചെയ്യുന്നതാണ് ട്രാക്ഷൻ വെച്ചിട്ട്. അങ്ങനെ ഇവർ ഈ സ്പോർട്സ് കാറുകളൊക്കെ ഇങ്ങനെ സ്മൂത്തായി ഉണ്ടാക്കിയ സമയത്ത് ഇവർക്ക് എന്താ പിന്നീട് മനസ്സിലായി ഇത് ഗുണത്തിനേക്കാൾ കൂടുതൽ ദോഷമാണ് ചെയ്യുന്നത്. അതായത് വണ്ടി കോർണേഴ്സിലൊക്കെ കോർണർ ചെയ്യുന്ന സമയത്ത് ഇത് മുകളിലേക്ക് ലിഫ്റ്റ് ആയി പോകാനുള്ള ചാൻസസ് കൂടുതലും. അതായത് വണ്ടി മറിഞ്ഞു പോകുന്നൊക്കെ ചിലപ്പോൾ നമ്മൾ റേസസിലൊക്കെ കണ്ടിട്ടുണ്ട്. അത്രയും ഹൈ സ്പീഡ്സിൽ വരുമ്പോൾ വണ്ടി മൊത്തത്തിൽ അതിന്റെ എയറോഡൈനാമിക്സ് കാരണം മറഞ്ഞു പോകും. അങ്ങനെ 1961 ഫെറാറി അവരുടെ കാറിൽ ആദ്യമായിട്ട് ഒരു ഡക്ടൈൽ സ്പോയിലർ പോലെ വണ്ടിയുടെ എൻഡിൽ ചെറിയൊരു ലിപ്പ് കൊടുത്തത്. അപ്പോൾ ഇതാണ് ആദ്യമായിട്ടൊരു കാറിൽ പെർഫോമൻസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച സ്പോയിലർ. അപ്പൊ ഇത് വണ്ടീന്റെ ട്രാക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഫെറാറി അന്ന് അവരുടെ കാർ ഡിസൈൻ ചെയ്തത്. ഇതിനുശേഷം മിക്ക കാർ മേക്കേഴ്സും അവരുടെ കാറുകളിൽ കൂടുതൽ ഡൗൺ ഫോഴ്സ് കൊടുക്കുകയും ട്രാക്ഷൻ കൊടുക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുകയും അവരുടെ കാറുകളിലും ഇതുപോലെ സ്പോയിലർ വെക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇന്ന് നമ്മൾ ഏതൊരു റേസിംഗ് ഇവന്റ് എടുത്ത് നോക്കിയാലും ഇനിയിപ്പോൾ അത് ഫോർമുല 1 ആയിക്കോട്ടെ, നാസ്കാർ ആയിക്കോട്ടെ, റാലി റേസിംഗ് ആയിക്കോട്ടെ, എന്തിന് ഹൈപ്പർ കാറുകളും സ്പോർട്സ് കാറുകളും ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിലൊക്കെ റെയർ വിങ്സ് അല്ലെങ്കിൽ സ്പോയിലേഴ്സും സ്കേർട്ടിങ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു സ്പോയിലർ എന്നുള്ള വേർഡിന്റെ അർത്ഥം കാറിന്റെ മുകളിൽ കൂടെ പാസ് ചെയ്യുന്ന എയറിനെ സ്പോയിൽ ചെയ്തിട്ട് കൂടുതൽ ഡൗൺ ഫോഴ്സ് കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ വിഷയത്തിലേക്ക് വരാം. നമ്മളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ നോർമലി യൂസ് ചെയ്യുന്ന സെഡാൻസിലും അതേപോലെ ഹാച്ച് ബാക്സിലൊക്കെ ഈ ഒരു സ്പോയിലേഴ്സിന്റെ യൂസ് എത്രത്തോളം വാലിഡ് ആണ് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ഇപ്പൊ നമ്മളുടെ റോഡിൽ ഇറങ്ങുന്ന മിക്ക കാറുകളും ഫ്രണ്ട് വീൽ ഡ്രൈവ് കാറുകളാണ്. അപ്പൊ ഈ ഒരു സ്പോയിലറിന്റെ യൂസ് ഈ ഒരു സ്ലോ സ്പീഡ്സിൽ കാര്യമായിട്ട് വണ്ടീനെ എഫക്ട് ചെയ്യില്ല. അതായത് ഇത് അത്രയും ഹയർ സ്പീഡ്സിൽ പോകുന്ന സമയത്തെ ഈ ഒരു സ്പോയിലറിന് അത്രയും ഡൗൺ ഫോഴ്സ് വണ്ടിയിലേക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചില സ്പോർട്സ് കാറിലും ഹൈപ്പർ കാറിലൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അതിന് ആവശ്യമുള്ള സമയത്ത് മാത്രം അതിന്റെ സ്പോയിലേഴ്സ് പൊങ്ങിയിട്ട് കൂടുതൽ ഡൗൺ ഫോഴ്സ് കൊടുക്കുന്നുള്ളൂ. അപ്പൊ നമ്മളുടെ ഇവിടെ ഒരു 120 കിലോമീറ്റർ അല്ലെ 150 കിലോമീറ്റർ ഒക്കെ മാക്സിമം എത്തുന്ന കാറിലൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപൂർവമായിരിക്കും ഇത് ആ ഒരു സ്പീഡ്സിലേക്കൊക്കെ എത്തുന്നത്. കാര്യം നമുക്ക് അതിന് പറ്റിയ റോഡുകളൊന്നും ഇവിടെ ഇല്ല. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു വലിയ വിങ് കൊടുക്കുന്നത് വെറുതെ വണ്ടിക്ക് അവിടെ ഒരു ഡ്രാഗ് റെസിസ്റ്റൻസ് ഉണ്ടാക്കുകയും വണ്ടീന്റെ പെർഫോമൻസിന് യഥാർത്ഥത്തിൽ കുറയ്ക്കുകയാണ് ചെയ്യുക. മാത്രമല്ല ഈ ഒരു സ്പോർട്സ് കാറുകളിലൊക്കെ ഫ്രണ്ട് വീൽ ഡ്രൈവ് സ്പോർട്സ് കാറുകളിലൊക്കെ അവർ സ്പോയിലേഴ്സ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും
അതിന് ആ ഒരു ബാക്കില് സ്പോയിലർ കൊടുക്കുന്നതിനനുസരിച്ച് തന്നെ ഫ്രണ്ട് സൈഡിൽ സ്കേർട്ടിങ്സും കൊടുത്തിട്ട് അത് പ്രോപ്പർലി ബാലൻസ്ഡ് ആയിരിക്കും. അതായത് ഇത് എല്ലാം പ്രോപ്പർലി കണക്റ്റഡ് ആയി വർക്ക് ചെയ്യുന്ന സമയത്തെ വണ്ടീന്റെ സ്റ്റെബിലിറ്റി യഥാർത്ഥത്തിൽ ഇൻക്രീസ് ആവുള്ളൂ. പക്ഷെ നമ്മൾ ഇങ്ങനെ വെറുതെ ഒരു ബാക്കിൽ ഒരു സ്പോയിലർ ഫ്രണ്ട് വീൽ ഡ്രൈവ് കാറിന് കൊടുക്കുന്ന സമയത്ത് അതിന് ഫ്രണ്ടിലാണ് യഥാർത്ഥത്തിൽ കൂടുതൽ ട്രാക്ഷൻ വേണ്ടത്. പക്ഷെ റയർ വിങ് നമ്മൾ വെച്ച് കഴിയുമ്പോൾ ബാക്ക് വീലിലേക്കായിരിക്കും കൂടുതൽ ട്രാക്ഷൻ പോവുക. എന്ന് കരുതി നമ്മൾ കാറുകൾ ഒട്ടും സ്പോയിലർ യൂസ് ചെയ്യേണ്ട എന്നല്ല. ഇപ്പോൾ കമ്പനികൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ചെറിയ സ്പോയിലേഴ്സ് ഒക്കെ ആണെങ്കിൽ യഥാർത്ഥത്തിൽ വണ്ടിയുടെ സ്റ്റെബിലിറ്റി കുറച്ചൊന്ന് കൂട്ടാൻ സഹായിക്കും. പക്ഷെ അതിന് പകരം ഒരു വലിയ ബെഞ്ച് പോലത്തെ സ്പോയിലർ ഒക്കെ വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ വണ്ടീന്റെ പെർഫോമൻസ് കുറയ്ക്കുകയാണ് ചെയ്യുക. ഇനി അടുത്തതായി വരുന്നതാണ് ലൗഡ് എക്സോസ്റ്റ്. ഇപ്പൊ നമ്മൾ ചില സമയത്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഭയങ്കര ലൗഡ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് കാറിലേക്ക് സൗണ്ട് ഇടക്ക് നമ്മൾ ഇങ്ങനെ ദൂരെ നിന്ന് കേൾക്കും. അപ്പൊ ഇത് ഏത് കാറാണ് വരുന്നതെന്ന് എക്സ്പെക്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു പവർ കുറഞ്ഞ കാർ ഇങ്ങനെ ഒരുപാട് ഒച്ച ഉണ്ടാക്കി വരുന്നതാണ് എന്ന് കരുതി ഇത് നമ്മുടെ മുമ്പിൽ നിന്ന് പെട്ടെന്ന് നീങ്ങി പോവുകയില്ല. അപ്പോ പൊതുവെ ആളുകൾക്കുള്ള ഒരു ധാരണയാണ് നമ്മളൊരു എക്സോസ്റ്റ് മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ വണ്ടീന്റെ പെർഫോമൻസ് കൂടും എന്നുള്ളത്. അതായത് നമ്മളിപ്പോ ഒരു പ്രോപ്പർലി ട്യൂൺഡ് ആയിട്ടുള്ള ഒരു കാറിന്റെ കേസാണ് നമ്മൾ പറയുന്നതെന്ന് വെച്ചോ. അപ്പോ ഈ ഒരു മോഡിഫിക്കേഷൻസ് പൊതുവെ ചെയ്യുന്നത് പെർഫോമൻസിന് വേണ്ടിയിട്ട് ട്യൂൺ ചെയ്ത കാറുകളാണ്. അപ്പൊ ഈ കാറുകളിൽ ഇത് ആക്ച്വലി ഒരു റിക്വയർമെന്റ് ആണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടർബോ അപ്ഗ്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ECU റീമാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹൈ ഫ്ലോ എയർ ഇൻടേക്ക് കൊടുക്കുക, കംപ്രഷൻ റേഷ്യോ അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ മാറ്റുകയാണെന്നുണ്ടെങ്കിലൊക്കെ ആ വണ്ടീന്റെ അകത്ത് കൂടുതൽ പ്രഷർ ജനറേറ്റ് ചെയ്യപ്പെടും സിലിണ്ടറിൽ. അപ്പൊ ഈ ഒരു ഹയർ എക്സ്പ്ലോഷൻ അതിൽ നടക്കുമ്പോൾ അത് അതേപോലെ തന്നെ ഫ്രീ ഫ്ലോ ആയിട്ട് പുറത്തേക്ക് പോകേണ്ടതും ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്താ വെച്ചാൽ ഈ സൈലൻസർ യഥാർത്ഥത്തിൽ വണ്ടിയിലേക്ക് ഒരു ബാക്ക് പ്രഷർ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളുടെ സിലിണ്ടറിന്റെ ഉള്ളിൽ പെട്ടെന്ന് ആ എക്സോസ് ഗ്യാസസ് എസ്കേപ്പ് ആയി പോകാണ്ടാക്കാൻ വേണ്ടിയിട്ട് സിലിണ്ടർ ആക്ച്വലി ചെറിയൊരു ബാക്ക് പ്രഷർ അതിലേക്ക് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോ ഒരു നോർമൽ ട്യൂൺഡ് അല്ലാത്ത കാറിൽ ഇത് കൊടുക്കുന്ന സമയത്ത് എന്താവും, ഈ ഒരു ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് ഇടുന്ന സമയത്ത് സിലിണ്ടറിന്റെ അകത്തുള്ള ഈ ഒരു എയർ ഫ്യൂവൽ മിക്സ്ചർ ലീൻ ആവുകയും അത് പെട്ടെന്ന് വണ്ടിയുടെ എക്സോസ്റ്റിൽ കൂടെ കടന്നു പോകാൻ ചാൻസസ് ഉണ്ടാവുകയും ചെയ്യും. അതായത് ആ വാഹനത്തിൽ നിന്നും പ്രോപ്പറായി ബേൺ ആവാത്ത ഈ ഒരു ലീൻ ഫ്യൂവൽ എക്സിറ്റ് ആവുകയും വണ്ടിയുടെ കമ്പസ്റ്റന്റെ റേറ്റ് കുറയ്ക്കുകയും പെർഫോമൻസ് കുറയ്ക്കാനും ചാൻസസ് കൂടുതലാണ്. പക്ഷെ നമ്മളൊരു പ്രോപ്പർ ട്യൂണിങ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വണ്ടീന്റെ പെർഫോമൻസ് കൂട്ടാനും ഈ ഒരു എക്സോസ്റ്റ് മോഡിഫിക്കേഷൻ നെസസറി ആയിട്ട് വരികയും ചെയ്യും. അപ്പൊ നിങ്ങളുടെ വണ്ടിയിൽ എക്സോസ്റ്റ് മാറ്റുകയാണെങ്കിൽ അത് ഈ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലൊരു പ്രോപ്പർ ECU റീമാപ്പ് കൊടുത്തിട്ട് അതിൽ കൂടുതൽ ഫ്യൂവൽ വണ്ടിയിലേക്ക് ഇഞ്ചക്ട് ചെയ്യോ അല്ലെങ്കിൽ ടർബോ അപ്ഗ്രേഡോ ഹൈ എയർ ഫ്ലോ ഇൻടേക്കോ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടത് ചെയ്യണം. എന്നാൽ മാത്രമേ വണ്ടിയുടെ പെർഫോമൻസ് എൻഹാൻസ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി അടുത്തതായി കണ്ടുവരുന്ന വേറൊരു ട്രേറ്റ് ആണ് വണ്ടിയെ റീബാറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബോഡി കിറ്റ്സ് കയറ്റിയിട്ട് ഒരു ഹയർ വേരിയന്റിലേക്ക് മാറ്റുക എന്നുള്ളത്. ഇപ്പൊ നമ്മളുടെ നാട്ടിൽ തന്നെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടാവും, ഇത് ടൊയോട്ടയുടെ കാറിൽ ലെക്സസിന്റെ ബാഡ്ജും അതുപോലെ സ്വിഫ്റ്റിന്റെ അകത്തും ബലേനോന്റെ അകത്തൊക്കെ മെഴ്സിഡസിന്റെ ലോഗോ വെച്ചിട്ടുള്ള കാറുകൾ. ഇതുപോലെ തന്നെ 5 സീരീസ് BMW-നും 3 സീരീസ് BMW-നൊക്കെ M5-ന്റെ M3-ന്റെ ഒക്കെ ബോഡി കിറ്റ്സ് ഇടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു റൈസർ കൾച്ചറിന്റെ ഭാഗമായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ചെറിയ കാറിനെ മാറ്റിയിട്ട് ഒരു ലക്ഷറി കാർ ആക്കുക എന്നുള്ള രീതി ചെയ്യും. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഒരു വണ്ടീന്റെ കോലം കെടുത്തുകയാണ് നമ്മളത് ചെയ്യുന്നത്. ഈ ഒരു ട്രെൻഡ് കാറുകളിൽ മാത്രമല്ല കണ്ടുവരുന്നത്, ഓട്ടോറിക്ഷ മുതൽ ലോറികളിലും ബസ്സുകളിലും വരെ നമുക്ക് ഈ ഒരു ട്രെൻഡ് പൊതുവെ കണ്ടുവരുന്നത്. അടുത്തായിട്ട് വരുന്നതാണ് സ്റ്റിക്കർ ബോംബിംഗ്. നമ്മൾ പൊതുവെ ചില കാറുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും മോഡിഫൈ ചെയ്തതിന്റെ മുകളിൽ ഒരുപാട് ട്യൂണിംഗ് ബ്രാൻഡുകളുടെ ഒക്കെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കുക. അതേപോലെ തന്നെ ഈ റേസിങ്ങിനൊക്കെ സ്പോൺസർ ചെയ്യുന്ന കമ്പനികളുടെ ഒക്കെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ചു വെക്കുന്ന ഒരു ട്രെൻഡ്. ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു ട്യൂൺഡ് കാറുകൾ ഒരു റേസിംഗ് ഇവന്റിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അവരുടെ സ്പോൺസേഴ്സിന്റെയോ അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്ത ട്യൂണിംഗ് പാർട്സിന്റെയോ സ്റ്റിക്കേഴ്സ് ആണ് പൊതുവെ ഒട്ടിച്ചു വെക്കുന്നത്. പക്ഷെ നമ്മളുടെ ഇവിടെ പൊതുവെ കണ്ടുവരുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ അകത്തൊക്കെ ഇൻസ്പിറേഷൻ എടുത്തിട്ട് ചുമ്മാ ഇതിന്റെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു വെക്കുന്ന ഒരു രീതിയാണുള്ളത്. അപ്പൊ ഈ ഒരു ട്രെൻഡും പൊതുവെ റൈസർ കൾച്ചറിന്റെ ഭാഗമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യമാണ് അഗ്ലി പെയിന്റ് ജോബ്സ്. നമ്മുടെ നാട്ടിൽ ലീഗലായി ചെയ്യാൻ പറ്റുന്ന മോഡിഫിക്കേഷൻസിൽ ഒന്നാണ് വണ്ടിയുടെ പെയിന്റ് മാറ്റുക എന്നുള്ളത്. പക്ഷെ ഓരോ കാറിനും യോജിക്കുന്ന ചില കളറുകൾ ഉണ്ടാവും. പക്ഷെ അതിന് പകരം ഇവര് റേസ് കാറുകളിലൊക്കെ ഇൻസ്പിറേഷൻ എടുത്തിട്ട് ഒരു സാധാ കാറിൽ ഇതുപോലെ ബ്രൈറ്റും അതുപോലെ വണ്ടിക്ക് ഒട്ടും ചേരാത്ത രീതിയിലുള്ള കളർ കോമ്പിനേഷൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് യഥാർത്ഥത്തില് വണ്ടീന്റെ ഭംഗി ഇല്ലാതാക്കുക ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെ ടേസ്റ്റ്ഫുള്ളി അല്ലാത്ത കളർ കോമ്പിനേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വണ്ടി അഗ്ലി ആക്കുന്ന പെയിന്റ് ജോബ്സ് ചെയ്യുന്നവരെ ഈ ഒരു റൈസർ കൾച്ചറിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത്. മറ്റൊരു കോമൺ ട്രേറ്റ് ആണ് അൺനെസസറി ആയിട്ടുള്ള വെന്റുകൾ കാറിൽ കൊടുക്കുന്നത്.
ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില കാറിലൊക്കെ ഇങ്ങനെ വെറുതെ പ്ലാസ്റ്റിക്കിന്റെ വെന്റുമായിട്ട് സാധനം ഇങ്ങനെ ഹുഡിലൊക്കെ ഒട്ടിച്ചു വെക്കുന്നത്. ഇതിന് ഉള്ളിലേക്ക് യഥാർത്ഥത്തിൽ എയർ ഫ്ലോനുള്ള സ്പേസ് ഉണ്ടാവില്ല, പക്ഷെ ഷോക്ക് വേണ്ടി മാത്രം ഒരു വെന്റ് പോലെ ഒട്ടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഒരു ട്യൂൺഡ് ആയിട്ടുള്ള കാർസിലൊക്കെ ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പെർഫോമൻസ് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ ഹയർ ടെമ്പറേച്ചറിലായിരിക്കും വർക്ക് ചെയ്യുക. അപ്പൊ ഈ ഒരു വണ്ടിയുടെ എഞ്ചിനിലേക്ക് കൂടുതൽ എയർ എത്തിച്ചിട്ട് അതിനെ തണുപ്പിക്കാനും അതുപോലെ തന്നെ വണ്ടി ഹയർ സ്പീഡ്സിൽ പോകുമ്പോൾ ഡൗൺ ഫോഴ്സ് കൊടുക്കുക എന്നുള്ളതുമാണ് ഇതിന്റെ ഉദ്ദേശം പൊതുവെ വരുന്നത്. ചില കേസസിൽ ഇതിന്റെ വീലുകളിലേക്ക് കൂടുതൽ ബ്രേക്ക് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് വീലുകളിലേക്കും ഡിസ്ക് ബ്രേക്കിലേക്കും ഒക്കെ കൂടുതൽ കാറ്റെത്തേണ്ട ആവശ്യം വരുമ്പോഴും ഈ ഒരു വെന്റുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മളിവിടെ പെർഫോമൻസ് അപ്ഗ്രേഡ് ഒന്നും ചെയ്യാത്ത കാറുകളിൽ ഇതുപോലുള്ള വെന്റുകളൊക്കെ ചുമ്മാ കൊടുക്കുന്നത് ഈ ഒരു റൈസർ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള കാര്യം തന്നെയാണ്. മറ്റൊരു കോമൺ ആയി കണ്ടുവരുന്ന ട്രേറ്റ് ആണ് റെപ്ലിക്ക പാർട്സ് വണ്ടിയിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ പൊതുവെ അലോയിൽ ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് DBSന്റെയും വോസിന്റെയും MKന്റെ ഒക്കെ വീൽസ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇതൊക്കെ റെപ്ലിക്ക അലോയ് വീൽസ് ആണ്. ഇത് മിക്കവരും ഈ ഒരു റെപ്ലിക്ക അലോയ് യൂസ് ചെയ്യാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒറിജിനൽസിന് യഥാർത്ഥത്തിൽ 3-4 മടങ്ങ് ഇതിനേക്കാൾ വില വരും എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ ഒരു റെപ്ലിക്ക വീലുകൾക്ക് പൊതുവെ ഒരു സ്ട്രക്ചറൽ വാറണ്ടി ഇല്ലാത്ത വീലുകളാണ്. ഇത് ഷോപ്പ് ഓണേഴ്സിന് സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പോ ഗട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് ഇത് പൊട്ടുന്നതൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ പൊട്ടിക്കഴിഞ്ഞാൽ ഇതിന് വാറണ്ടി ഇല്ലാത്തതിനോട് നമ്മൾ സെയിം വീല് വാങ്ങി റീപ്ലേസ് ചെയ്യേണ്ട അവസ്ഥയും വരുന്നുണ്ട്. പക്ഷെ ഇത് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ARAI അപ്രൂവ് ചെയ്തിട്ടുള്ള അലോയ് വീൽ ബ്രാൻഡുകളുണ്ട് ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നത്. എക്സാമ്പിൾ നിയോ വീൽസ്. ഇങ്ങനത്തെ വീലുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊട്ടുന്ന ചാൻസസ് കുറയും. കാരണം എന്തെന്നാൽ ആ വീലുകൾക്ക് കമ്പനി സ്ട്രക്ചറൽ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ കോമൺ ആയി കണ്ടുവരുന്ന മറ്റ് റൈസർ മോഡുകളാണ് ഒരുപാട് ക്രോം യൂസ് ചെയ്ത് വണ്ടി നഗ്ലിയാക്കുക, അതുപോലെ തന്നെ ലൗഡ് ആയിട്ടുള്ള ഹോൺ വെക്കുക, ഈ റെപ്ലിക്ക റേസിംഗ് സീറ്റ്സ്, റേസിംഗ് സ്റ്റിയറിംഗ് വീൽസ്, ടർബോ സൗണ്ട് വരാൻ വേണ്ടിയിട്ട് സൈലൻസറിന്റെ അവിടെ ഒരു വിസിൽ പോലത്തെ സാധനം വെക്കുക. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു റൈസർ ട്രീറ്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത്രയും റെസ്ട്രിക്ഷൻസ് മോഡിഫിക്കേഷൻസിന് വരുന്ന കേരളത്തില് ഇങ്ങനെയൊക്കെ ഫിൽട്ടർ ചെയ്തിട്ട് വണ്ടി മോഡിഫൈ ചെയ്യാന്നുള്ള ഡിഫിക്കൽട്ട് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ എപ്പോഴും അത് മോഡിഫൈ ചെയ്യുന്നതിന് മുമ്പ് അതിന് ഫങ്ഷനാലിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ മോഡിഫൈ ചെയ്യാൻ നോക്കുക. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു റൈസർ എന്ന് വിളിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാകാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നി എന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.